എന്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രേക്ഷകരെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ 75ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവുമായി ഊഷ്മളമായി സന്തോഷം സ്വാഗതം ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് റിപ്പോർട്ടർ സ്പീച്ചിലെ സെന്റൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നന്നായി പഠിച്ചവർക്ക് മാത്രമേ ഈ ക്ലാസ് കണ്ടിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നല്ലവണ്ണം പഠിച്ചതിന് ശേഷം ഈ ക്ലാസ് കണ്ടത്. കാരണം അതിന് തുടർച്ചയാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം തുടർന്നു. അപ്പൊ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, പ്ലീസ് ഗിവ് മീ 100 rupees. കാരണം ആൾക്ക് വിശക്കുണ്ടല്ലോ. അത് കാരണം എന്നോട് പറഞ്ഞു, ദയവായി എനിക്ക് 100 രൂപ തരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് 1 കോടി രൂപ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ എനിക്ക് വിശക്കിട്ട് 100 രൂപ തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്ക് എന്തോ കാര്യം പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ സുഹൃത്തിന്റെ ആ വാചകം നിങ്ങളിത് റിപ്പോർട്ട് ചെയ്ത് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വാചകം ഒന്ന് പരിശോധിക്കാൻ മതി. റിപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ സുഹൃത്താണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും വരിക? എൻ്റെ ഫ്രണ്ട് നിങ്ങൾ എഴുതാൻ പാടില്ല. ആരെ ഫ്രണ്ടിന് എഴുതണം? ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് അധ്യാപകന്റെ ഫ്രണ്ട്, ടീച്ചേഴ്സ് ഫ്രണ്ട് പറഞ്ഞു. അതവിടെ തൽക്കാലം നിൽക്കട്ടെ. ഇതെന്ന് ദയവായി 100 രൂപ എനിക്ക് തരൂ എന്ന് പറയുമ്പോൾ അതെന്താണത്? സാധാരണ ഉത്തരവാചകമാണോ? അല്ല, അല്ലേ? എന്തരവാചകമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അപേക്ഷാവാചകമാണ്. അതിലാണ് സബ്ജക്റ്റ് ഇല്ലാണ്ട് എഴുതുക, അല്ലേ? സബ്ജക്റ്റ് യു ആണ്, അത് വിട്ട് കളഞ്ഞ് എഴുതുന്നത് അപേക്ഷാവാചകത്തിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് കൂടെ ഒന്നിലും കൂടി ഏതാ? ആജ്ഞാവാചകത്തിൽ. അഭാഷാവാചകമാണെങ്കിൽ പ്ലീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ 100 rupees. ദയവായി എനിക്ക് 100 രൂപ തരൂ. ഇത് ദാറ്റ് വെച്ചിട്ടല്ല ചേർക്കുക. ദാറ്റ് വെച്ച രൂപ തരൂ എന്ത് പറഞ്ഞത് മലയാളത്തിൽ പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ലേ പറയാം. 100 രൂപ തരുവാൻ പ്ലീസ് ദയവായി ഇത് പറഞ്ഞില്ലേ? അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദയവായി ഇതിൽ പ്ലീസ് അതിൽ വെക്കാൻ പറ്റില്ല. അത് അപേക്ഷാവാചികളെ എത്താൻ പറ്റില്ല. അപ്പൊ എന്തെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അപേക്ഷിച്ചു എന്നാണ് പറയുക. അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബിനൊരു മാറ്റം വരും. സെഡ് എന്നല്ല പറയുക. എന്താ പറയുക? ഇത് അപേക്ഷ ആയതുകൊണ്ട് അപേക്ഷിച്ചു. മൈ ഫ്രണ്ട് റിക്വസ്റ്റഡ്, അപേക്ഷിച്ചു എന്നാണ് വെക്കേണ്ടത്. അപ്പൊ അനുബന്ധവാചകത്തില് അപേക്ഷാവാചകമാകുമ്പോൾ ബന്ധു വേണം. സെഡ്, ടോൾഡ് എന്നൊക്കെ പറയുന്നതിന് പകരം എന്ത് വെക്കണം? അപേക്ഷിച്ചു. റിക്വസ്റ്റ് ചെയ്യല്ലേ ചെയ്ത്. പ്ലീസ് ഗിവ് എന്ന് വെച്ചാല് ദയവായി തരൂ. അപ്പൊ അപേക്ഷിച്ചു എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ റിപ്പോർട്ടിങ് വരുമ്പോൾ സെഡ് അല്ലെങ്കിൽ ടോൾഡ് അല്ല, എന്താണ്? റിക്വസ്റ്റഡ്, അപേക്ഷ. അപ്പൊ പിന്നെ പ്ലീസ് വേണ്ട. അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ അതിലെൻ്റെ ഇതുണ്ട് അല്ലേ? ദയവായിട്ടുള്ള അർത്ഥമുണ്ട് അതിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ടു വെച്ചാൽ മതി. ഇവിടെ പിന്നെ ഗീവ് മീ എന്ന് പറഞ്ഞതാർക്കാ? ഗീവ് മീ എന്ന് പറഞ്ഞ എനിക്ക് തരുവാൻ. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞ ആരാ? നിങ്ങൾ പറയുമ്പോൾ ആർക്കാണ്? അവരാണ്, അല്ലേ? അല്ലാണ്ട് നീത് എനിക്കിത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കാവും. അങ്ങനെ വരാൻ പാടില്ലേ. മീതിലെന്തോ അവര് 100 rupees. അത് മാറ്റമൊന്നുമില്ല. അപ്പോ ഇതില് എങ്ങനെ മാറ്റം വരും നോക്കുക. അപ്പൊ 100 രൂപ അവന് കൊടുക്കുവാൻ എൻ്റെ കൂട്ടുകാരൻ എന്നോട് അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട്? അധ്യാപകന്റെ സുഹൃത്ത് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. എന്ത് പറഞ്ഞ? ക്ലിയറായി. അല്ല എങ്കിൽ
ഇങ്ങനെ വെറുതെ എഴുതിയാലും മതി. ഹി റിക്വസ്റ്റഡ് ടു ഗീവ് ഹിം 100 രൂപ നൽകുവാൻ അധ്യാപകന്റെ സുഹൃത്ത് അഭ്യർത്ഥിച്ചു. അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രത്യേക അപ്പോൾ റിക്വസ്റ്റോ കമാൻഡ് ആണെങ്കിൽ വാചകങ്ങളെ യോജിപ്പിക്കാനായിട്ട്, അതായത് അനുബന്ധ വാചകവും റിപ്പോർട്ടഡ് ആയിട്ടുള്ള വാചകം യോജിപ്പിക്കാനായിട്ട് ടു ഉപയോഗിച്ചാൽ മതി. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പ്ലീസ് പോവും. ആ പ്ലീസിന്റെ ആ അർത്ഥം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷ അത് മനസ്സിലാക്കാൻ ഇത് നമ്മൾ അനുബന്ധ വാചകത്തിൽ പറഞ്ഞു, വെറുതെ പറയില്ല, അപേക്ഷിക്കുക. അപ്പൊ അത് റിക്വസ്റ്റഡ് ആക്കണം. മനസ്സിലായ? അങ്ങനെയാണ് അത് വെക്കുക. അപ്പോൾ ഇതിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് ഞാനൊന്നും അത് എഴുതി കാണിക്കാം. ഓക്കെ. ഇപ്പോൾ ബോർഡിൽ വരുന്ന രണ്ടാമത്തെ വരി നോക്കുക. ദ ടീച്ചേഴ്സ് ഫ്രണ്ട് റിക്വസ്റ്റഡ് ടു ഗിവ് ഹിം 100 rupees. കൊണ്ട് മൈ ഫ്രണ്ട് ടീച്ചറുടെ ഫ്രണ്ടായി, സെൻഡ് റിക്വസ്റ്റഡ് ആയി, അത് അപേക്ഷയായ കാരണം. പ്ലീസ് പോയി, പിന്നെ ടു ചേർത്ത് അങ്ങോട്ട് വയ്ക്കുക. പക്ഷെ ഗിവ് മീ എന്ന് പറയുമ്പോൾ ആർക്കാ കൊടുക്കണ്ട? അവരാ കൊടുക്കണ്ട. അതുകൊണ്ട് അവിടെ സിമ്പിൾ. വേറെ മാറ്റം. വെരി സിമ്പിൾ അല്ലേ? ഒരു ടൂവിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ റിക്വസ്റ്റ് ആയിട്ടുള്ള വാചകങ്ങളിൽ വളരെ സിമ്പിളാണെന്ന് മനസ്സിലായി അല്ലേ? അതേപോലെ തന്നെയാണ് കമാൻഡ് ആയിട്ടുള്ളത്, ആജ്ഞയായിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞ ദ ടീച്ചർ സെഡ്, സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ, ക്ലോസ് യുവർ ബുക്സ്. ആ കൽപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ? അത് കുട്ടികളോട് നിങ്ങളുടെ പുസ്തകങ്ങൾ അടയ്ക്കൂ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെയാണ്. ഇത് കമാൻഡും റിക്വസ്റ്റും ഒക്കെ ഒരേപോലെയാണ്. റിക്വസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യേണ്ടത്. അപ്പൊ എന്തായിരിക്കും ചേർക്കാൻ ഉപയോഗിക്കേണ്ടത്? ടു ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പറയുക, ക്ലോസ് യുവർ ബുക്സ്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? പുസ്തകം അവരുടെ യുവർ ബുക്ക് എന്താ? ടീച്ചർ വിദ്യാർത്ഥികൾ പറഞ്ഞു നിങ്ങളുടെ പുസ്തകം അടയ്ക്കൂ. അത് നിങ്ങളുടെ എന്താ? അവരുടെ പുസ്തകം അടയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ വയ്ക്കാം? വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പുസ്തകം അടയ്ക്കൂ. അപ്പോൾ ടീച്ചർ വിദ്യാർത്ഥികളോട് പറഞ്ഞു അല്ലേ? ടീച്ചർ അതെങ്ങനെ കൽപ്പിച്ചു? ടീച്ചർ ഓർഡേഡ് ദ സ്റ്റുഡൻസ്. ടീച്ചർ ഓർഡേഡ് ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കമാൻഡഡ് ദ സ്റ്റുഡൻസ്. എന്തിന്? എന്താ പറഞ്ഞ? ടു ക്ലോസ് ദെയർ ബുക്സ്. ടു ക്ലോസ് ദെയർ ബുക്സ്. മനസ്സിലായ? അപ്പോൾ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പുസ്തകം അടയ്ക്കുന്ന പറയുമ്പോൾ എന്താ അർത്ഥം? ടീച്ചർ വിദ്യാർത്ഥികളോട് പറഞ്ഞു നിങ്ങളുടെ പുസ്തകം അടയ്ക്കാൻ. അത് കൽപ്പിച്ചു അല്ലേ? അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് പറയും? ടീച്ചറുടെ ഇത് മാറി എന്താവും? ഓർഡേഡ്, കൽപ്പിച്ചു. റിക്വസ്റ്റ് പോലെ ഓർഡേഡ് ദ സ്റ്റുഡൻസ്. എന്തിന്? ഇവിടെ ടു വരും. ടു ക്ലോസ്. ഇതെന്താവും? ദെയർ ബുക്സ്. മനസ്സിലായ? സിമ്പിൾ. അപ്പോൾ അപേക്ഷാവാചകം കമാൻഡ് വാചകം സിമ്പിളായിട്ട് എഴുതാം അല്ലേ? അപേക്ഷയാണ് റിക്വസ്റ്റ് എഴുതാക്കുക സെഡിനെ. അത് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം ടു ചേർക്കുക. ഇതാണെങ്കിൽ എന്താണ്? ഓർഡർ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അർത്ഥം, കൽപ്പിച്ചതിൻ്റെ ഇൻറ്റൻസിറ്റി അർത്ഥം. അത് വെറുതെ ആവശ്യപ്പെടുകയാണെങ്കിൽ വാണ്ടഡ് ഓർ ആസ്ക്ഡ് എന്ന് പറയുക, അല്ലെങ്കിൽ കൽപ്പിക്കുകയാണെങ്കിൽ ഓർഡർ എടുത്ത് പറയുക. അതിനുശേഷം ആ വാചകം ക്ലോസ് യുവർ ബുക്സ് എന്നുള്ളത് ടു ക്ലോസ് യുവർ ബുക്ക് എന്നുള്ള എന്താ? ദയർ ബുക്കായി മാറും. എന്താ കാരണം നിങ്ങൾക്കറിയാലോ. അത് ഇത്രയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എന്ത്? റിക്വസ്റ്റും കമാൻഡും. വെസ്റ്റ് ടൂവിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ സാധാരണ സ്റ്റേറ്റ്മെൻറ്റിൽ ദാറ്റാണ് യോജിപ്പിക്കാൻ വന്നതെങ്കിൽ ഇവിടെ എന്താ വയ്ക്കുക? ഇൻഫിനിറ്റി ആക്കുക. ടു ചേർത്ത്
ഇൻഫിനിറ്റീവിൻ്റെ പ്രയോഗമാണ് വരിക. അത് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമുക്ക് ചോദ്യമായിട്ടുള്ള വാചകങ്ങൾ എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതുന്നത് പഠിക്കാം. നിങ്ങൾക്കറിയാം 2 തരം ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഏതാണ്? WH ക്വസ്റ്റ്യൻ WH വാക്കുകൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, നിങ്ങൾക്കറിയാം അല്ലേ? അതിൽ എളുപ്പം പഠിക്കാനായിട്ട് ഇപ്പം കഴിയുന്നത് WH വേർഡ്സ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പം അത് ആദ്യം നമുക്ക് പഠിക്കാം. പിന്നെ നമ്മുടെ ബ്രെയിൻ ഒരു പാറ്റേണിയോട് ചിന്തിക്കും, പെട്ടേണ്ട കാര്യങ്ങൾ പിടികിട്ടും അല്ലേ? അത് ആടോ നമുക്കൊന്ന് ഉറപ്പിക്കുകയും ചെയ്യാം ഇതിൽ കൂടെ. ഓക്കെ. അപ്പോൾ നമുക്ക് 2 ചോദ്യങ്ങൾ വെച്ച് തുടങ്ങാം. എൻ്റെ അധ്യാപകൻ ഒരിക്കൽ ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളാണ്. വളരെ രസകരമായ ചോദ്യങ്ങളായതുകൊണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഞാനിവിടെ എഴുതാം. അത് വെച്ച് നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് എങ്ങനെയായിരുന്നെന്ന് പഠിക്കാം. ഓക്കെ. ഒരിക്കൽ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു പസിലായിട്ടുള്ള ഒരു 2 ചോദ്യങ്ങളാണ് ഞാൻ ബോർഡിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻറ് ഹൂ ഈസ് ദ സൈലന്റ് മെമ്പർ ഇൻ ദ പാർലമെന്റ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാവുന്നല്ലേ? ഇത് കുറവോട്ട് എഴുതിയാണ്, ഇതിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ടീച്ചർ സ്റ്റുഡൻസിനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഹൂ ഈസ് ദ സൈലന്റ് മെമ്പർ ഇൻ ദ പാർലമെന്റ്. ആരാണ് സൈലന്റ് ആയിട്ട് മെമ്പർ ഇൻ ദ പാർലമെന്റിൽ? നിങ്ങൾക്കറിയാം പാർലമെന്റ് സൈലന്റ് മെമ്പർ ആരാണ്? ഇതാ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തെ ഇത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം വിചാരിക്കുക. നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക? പാർലമെന്റിലെ നിശബ്ദമായ അംഗം ആരാണ് എന്ന് ടീച്ചർ കുട്ടികളോട് ചോദിച്ചു എന്നല്ലേ? അങ്ങനെയുള്ള റിപ്പോർട്ട് ചെയ്യാം. ഇപ്പം ഇംഗ്ലീഷിലാവുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താ, ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ് ഉണ്ടായത് അല്ലേ? ചോദിച്ചു. അപ്പോൾ ചോദ്യമായതുകൊണ്ട് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ചോദ്യമായിട്ടല്ല ടീച്ചർ ചോദിച്ചത്. അപ്പോൾ ചോദിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആരാരോട് ചോദിച്ചു? ടീച്ചർ വിദ്യാർത്ഥിയോട് ചോദിച്ചു. പിന്നെ എന്താണെന്ന് എഴുതണം. പാർലമെന്റിലെ നിശബ്ദ ഭംഗം ഏതാണെന്ന്, ഏതല്ല ആരാണെന്ന്, ഹൂവൈകന ആരാണ് എന്ന്. അപ്പൊ നമുക്കറിയാം ചോദ്യം മാറിയിട്ട് ഈ ഇതിൻ്റെ ഒരു ഓബ്ജക്റ്റ് പോലെ ആയിത്തീരുകയാണ് എന്ത്? ഹൂ ഈസ് ദ സൈലന്റ് മെമ്പർ ഇൻ ദ പാർലമെന്റ് അല്ലേ? ആരാണ് പാർലമെന്റിലെ നിശബ്ദ അംഗം എന്ന് ചോദ്യമായിരിക്കുമ്പോൾ ഇതിന് ആരാണെന്ന് ചോദ്യമല്ലാതെ അതൊരു മറ്റൊരു വാചകത്തിന്റെ ഭാഗമായിരിക്കുകയാണെങ്കിൽ ഹൂ ഈസ് ദ സൈലന്റ് മെമ്പർ ഇൻ ദ പാർലമെന്റ് എന്ന് എന്തായിട്ട് വരും? ആര് ആണ് പാർലമെന്റിലെ നിശബ്ദ അംഗം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത്. അതുകൊണ്ട് അത് പഠിക്കാത്തവരുടെ ആ ഭാഗം മുമ്പത്തെ കുറച്ച് ലെസൺസ് ഇത്തരം വാചകങ്ങളെ കുറിച്ചായിരുന്നു, കോംപ്ലക്സ് സെന്റൻസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റി നമ്മൾ ഈ അനുബന്ധ വാചകം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതായി സിമ്പിൾ. ഇത് അനുബന്ധ വാചകം, ഇത് പറയുന്ന വാചകം. അതിന് യോജിപ്പിക്കാൻ എന്നുള്ള സാധാരണ താറ്റി വയ്ക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇതിൽ ഈ ഹൂലന്റെ ആ എന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹൂ എന്ന് ഒരു വാചകത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വിശേഷണമായോ നാമപദവാചകമായോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഹൂവിന് എന്താർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്? ആര് എന്ന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇതിനോട് യോജിപ്പിക്കുമ്പോൾ ആർ ആണ് പാർലമെന്റിലെ നിശബ്ദ അംഗം എന്ന് അത്ര അർത്ഥം ഇതിനുണ്ട്. പിന്നെ അപ്പോൾ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു അല്ലേ? അപ്പോൾ അതിൽ ഒന്നും ചേർക്കാനില്ല. എന്താ ചെയ്യേണ്ടത്? ഇതങ്ങോട്ട് വായിച്ചാൽ മതി. 2 ഇൻവെർട്ടഡ് കോപ്പി അങ്ങോട്ട് വായിക്കുക, എന്നിട്ടൊരു കുത്തിടുക. മനസ്സിലായ?
പിന്നെ ഇവിടെ ദാറ്റിൻ്റെ ആവശ്യമില്ല, കൺജക്ഷനായിട്ട് ഈ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ടീച്ചർ പറഞ്ഞ വാചകവും ആരോട് പറഞ്ഞിട്ടുള്ള ചോദിക്കുന്ന വാചകം ഇതും പിന്നെ യോജിപ്പിക്കാനൊരു കൺജക്ഷൻ്റെ ആവശ്യമില്ല. ഹൂ ആയതുകൊണ്ട് അതിൽ തന്നെ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ എന്തായി? The teacher asked the students who is the silent member in the parliament. ഇതിൽ എന്താണ് റിപ്പോർട്ടിംഗ് വെർബ്? ആസ്ക്ഡ് ആണ് അല്ലേ? കാരണം ചോദ്യമായി, കാരണം പറഞ്ഞു എന്നല്ല പറയുക, ചോദിച്ചു എന്നാണ് പറയുക. അതുകൊണ്ട് ആസ്ക്ഡ് എന്നാണ് വരിക. അപ്പോൾ ഇത് ടെൻസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഇത് വാസായിട്ട് മാറും അല്ലേ? ഈ കേസിൽ വാസ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ കേസിൽ വാസായിട്ട് മാറും. ഇതിൽ ഈസന്നെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ചിലെ അതിൻ്റെ ഉത്തരം? ദി ടീച്ചർ ആസ് ദ സ്റ്റുഡൻസ് ഹൂ വാസ് ദ സൈലന്റ് മെമ്പർ ഓഫ് ദ പാർലമെന്റ് എന്നാണ്. അപ്പോൾ അടുത്തത് എങ്ങനെയായിരിക്കും? രണ്ടാമത്തെയും ടീച്ചർ കുട്ടികളോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് എവിടെ ആണ് വെള്ളത്തിന്റെ മധ്യഭാഗം എന്ന്? ഇവിടെ എന്ന് ഇത് ചോദ്യമല്ലേ? അപ്പൊ അനുബന്ധ വാചകത്തില് ആരോട് ചോദിച്ചത്? അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചതാണ്. അപ്പൊ അതാണ് അനുബന്ധ വാചകം. ഇതെന്റെ മതി. അപ്പൊ ഇത് രണ്ടാമത്തേനെ ചോദിപ്പിക്കാൻ ഇതെന്റെ മതി. എന്തെന്ന് മതി? ടീച്ചർ ആസ്ക്ഡ് ദി സ്റ്റുഡൻസ്. ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻസ് എന്നെ മതി. പിന്നെ എന്നുള്ളൊരു ദാറ്റല്ല, വേറിലെൻ്റെ എന്നടങ്ങിയിട്ട് നമുക്കറിയാം. അപ്പൊ പിന്നെ ഇൻവെർട്ടഡ് കോമയും കളയുക, അത്രയും ഇതിൽ വേണ്ടു. ടീച്ചർ ആസ്ക്ഡ് കുട്ടികളോട് ചോദിച്ചു വെള്ളത്തിന്റെ മധ്യഭാഗം എവിടെയാണ് എന്ത് അല്ലേ? അപ്പോൾ ഇതങ്ങോട്ട് കൂട്ടി എഴുതിയാൽ മതി. ദാറ്റിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ പഴുക്കറിയാം. ഇതിൻ്റെ അർത്ഥം തന്നെ എവിടെ ആണ് വാട്ടറിൻ്റെ മദ്യം എന്ന് ഇതിലാണ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? അത് യോജിക്കാൻ വേറെ കൺജക്ഷൻ്റെ ആവശ്യമില്ല ഇതിൽ. വളരെ സിമ്പിളാണ്. ഇത് ചോദ്യമായി കാരണം ചോദിച്ചു എന്താണ് എഴുതേണ്ടത് അതും മനസ്സിലാക്കുക. അപ്പോൾ ഇത് രണ്ടും എഴുതാനുള്ള മനസ്സിലായില്ലേ? എന്താണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യമാർഗ ചോദിച്ചു എന്താണ് പറയുക? പറഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ ആജ്ഞാപിച്ചു എന്നല്ല, ഇങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താണ്? കൺജക്ഷൻ്റെ ആവശ്യമില്ല, ഒന്ന് ശരിയാക്കി മതി. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊരു പസിലായ കാരണം ഇവിടെ ഈസ് മാറ്റിയിലും കുഴപ്പമില്ല. പക്ഷെ ഇത് പാഷൻസ് ആയ കാരണം ഇവിടെ വാസു വരുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാസു വെച്ച് മാത്രം. അപ്പൊ കറക്റ്റായിട്ട് വെക്കിട്ട് എന്താണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ? ടീച്ചർ ആസ്കർ സ്റ്റുഡൻസ് വേർ വാസ് ദ മിഡിൽ ഓഫ് വാട്ടർ എന്ന് ചോദിച്ചു. അപ്പൊ വെരി സിമ്പിൾ അല്ലേ? ഒന്നും ചെയ്യാനില്ല. ആ ചോദ്യവാചകം ഒരു അനുബന്ധ വാചകം അതിൽ റിപ്പോർട്ടിംഗ് വെർബ് കൃത്യമാക്കി. അതായത് ഇത് നമ്മൾ പറയാം ഏതൊക്കെ വരെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയാണെങ്കിൽ ഓർഡേർഡ് അങ്ങനത്തെ വാചകം ആയിരിക്കും വരിക. റിക്വസ്റ്റ് അപേക്ഷിക്കാതെ റിക്വസ്റ്റഡ്. ഇവിടെ ചോദിക്കുക ഇതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് ഇപ്പൊ ചോദിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അനുബന്ധ വാചകം കറക്റ്റ് റിപ്പോർട്ടിംഗ് വെർബ് വെച്ച് ചോദിപ്പിക്കുക. അതിൻ്റെ കൂടെ ചോദ്യവാചകം വേറെ ഒരു ഇതില്ല, അതുകൊണ്ട് ചേർത്താൽ മതി. പക്ഷെ ടെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമാക്കണം. അത്ര വലിയ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ചോദ്യം നമ്മൾ കഴിച്ചു. പിന്നെ ഈ സഹായിക്കറി ഉണ്ടല്ലോ, ഇതിൽ സബ്ജക്റ്റിന് മുമ്പിൽ അല്ല വന്നേക്കുന്നത്, യഥാസ്ഥാനത്തിൻ്റെ വന്നിട്ടുള്ളത്. സബ്ജക്റ്റിന് മുമ്പ് വരുന്ന വാചകമാണെങ്കിൽ അത് ആ യഥാസ്ഥാനത്തേക്ക് വെക്കണം. അതിൻ്റെ ഉദാഹരണം കാണിച്ചു തരാം, താഴെ എഴുതാൻ. ഓക്കെ, ഇനി നോക്കുക.
ഈ വാചകം എ സ്ട്രേഞ്ചർ സെഡ്, ഒരു അപരിചിതൻ പറഞ്ഞു. ആരോട്? നിങ്ങളോട് കേട്ടോ. വേർ ഡു യു ലിവ്, ഒരു അപരിചിതൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എവിടെ ജീവിക്കുന്നു? ഇതിൽ എന്നോട് മറ്റാരെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഒരു അപരിചിതൻ എന്നോട് എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചു, അല്ലേ? അങ്ങനെയല്ലേ ചോദിക്കുക? ഒരു അപരിചിതൻ അല്ല, വേർ ഡു യു ലിവ്, നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക? ഞാൻ എവിടെ താമസിച്ചിരിക്കുന്നു എന്ന് സ്ട്രേഞ്ചർ ചോദിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ആക്കുക? ഇത് എന്താക്കി മാറ്റും? ഇത് അപ്പോൾ എന്തുണ്ടായത്? ആരോടെ ചോദിച്ചത്? സ്ട്രേഞ്ചർ ആസ്ക്ഡ്. നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ, സ്ട്രേഞ്ചർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്ത് വേണം? ആസ്ക്ഡ് മീ, അല്ലേ? സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ എന്താക്കണം? കാരണം എന്താ കാരണം? ഇതിൽ ചോദ്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ചോദിച്ചു എന്നാ വേണ്ടത്. ആരോട് ചോദിച്ചു? ആസ്ക്ഡ് മീ, നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു അവരുടെ എന്നോട് ചോദിച്ചു എന്ന് വേർ, അതൊരു പാട്ടില്ലേ, അത് വേണ്ട. ഇത് മാറി, അവിടുത്തെ ഇതും മാറും. ക്വസ്റ്റ്യൻ മാർക്ക് മാറും. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, ചോദ്യം ഇല്ലാണ്ടായി. അപ്പോൾ വേർ ഡു യു ലിവ് എന്നുള്ളത് മാറും. സഹായിക്കുന്ന മുമ്പിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് പ്രസന്റ് ടെൻസ് ആണ്, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആകണം. അപ്പോൾ എന്ത് വേണം? യു എന്നുള്ളത് ഐ എന്താവും? അല്ല, നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐ. ഇവിടെ എന്ത് വേണം? ലീവ്ഡ് ഇതാവും. വേറെ ഐ ലീവ്ഡ്, വേറെ ഐ ലീവ്ഡ്. എന്താണ് അങ്ങനെയായത്? ഡു യു, യു മാറും. യു മാറും. എന്തുകൊണ്ട് യു മാറാൻ കാരണം? നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്. ഒരു അപരിചിതൻ എന്നോട് ഞാൻ എവിടെ താമസിച്ചു എന്ന് ചോദിച്ചു. ഇവിടെ ആസ്കഡാണ് എൻ്റെ റിപ്പോർട്ടിങ് വെർബ്, കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് ടെൻസായി അവിടെ മാറ്റണം. അപ്പോൾ ലീവ് എന്നുള്ളത് ലീവ്ഡാക്കി. ഇവിടെ ചോദ്യത്തിലാണ് സഹായിക്കറി മുമ്പിൽ വെക്കേണ്ട കാര്യമുള്ളൂ, അല്ലേ? ഇത് ഇപ്പോൾ ഇതിനോട് യോജിപ്പിക്കുമ്പോൾ ചോദ്യവാചകം മാറി സാധാരണ ഒരു കോംപ്ലക്സ് സെൻറ്റൻസായി. അപ്പോൾ അവിടെ സഹായിക്കറിയെ നമ്മൾ യഥാസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ വേർ ഐ ലിവ്ഡ്. അപ്പോൾ കറക്റ്റായി. അപ്പോൾ നിങ്ങൾക്കത് എത്രയും മനസ്സിലായല്ലോ. ഈ ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ് ഇത്തരം ചോദ്യങ്ങൾ? ക്യാൻ എനിവൺ ആൻസർ ബി, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ഇത് പഠിക്കാമല്ലോ, അത് നമുക്ക് എടുക്കാം. ഇതിൽ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കിട്ടിയോ? ഹൂ ഈസ് ദ സൈലന്റ് മെമ്പർ ഇൻ ദ പാർലമെന്റ്? അതിന് ഉത്തരം കിട്ടിയേ? പാർലമെന്റിലെ നിശബ്ദ അംഗം ഏതാണ്? അതിന് ഉത്തരം കിട്ടിയത് ഞങ്ങൾക്കാരും കിട്ടിയില്ല. എൻ്റെ ടീച്ചറിൻ്റെ ലാസ്റ്റ് ആദ്യത്തെ പറഞ്ഞു, അതോടുകൂടി രണ്ടാമത്തെ നമുക്ക് തനിയെ കിട്ടി. ആദ്യത്തെ ടീച്ചർ തമാശയ്ക്ക് പറഞ്ഞു എ ആണ് സൈലന്റ് മെമ്പർ. പാർലമെന്റിലെ സൈലന്റ് മെമ്പർ എ ആണ്. കാരണം എന്താ? എ എന്നുള്ളത് പാർലമെന്റ് എന്ന വാചകം നമ്മൾ പറയുമ്പോൾ ഉച്ചരിക്കില്ല. അപ്പൊ നിശബ്ദമാണ്. പാർലമെന്റ് എന്നതിലെ അക്ഷരമായ എ നിശബ്ദമായത് കൊണ്ട് പാർലമെന്റിലെ നിശബ്ദ അംഗം എ ആണ്. നമുക്ക് ആകെ തമാശ തോന്നി. അപ്പൊ പല കുട്ടികളും രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു. അതെല്ലാവർക്കും കിട്ടില്ലേ? കാരണം ഒരു പാറ്റേൺ മനസ്സിലായാൽ നമുക്ക് എല്ലാവരും മനസ്സിലാക്കാം. കാരണം ബ്രെയിൻ്റെ പ്രത്യേകതയാണ്. എന്തായിരിക്കും ഉത്തരം? വേർ ഈസ് ദ മിഡിൽ ഓഫ് ദ വാട്ടർ? വാട്ടറിന്റെ മധ്യഭാഗം ഏതാണ്? വാട്ടർ 5 അക്ഷരമാണ്. അതിൽ മധ്യഭാഗം ടി ആണ്. അപ്പൊ എന്താ ഉത്തരം? ടി ഈസ് ദ മിഡിൽ ഓഫ് ദി വാട്ടർ എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര രസം തോന്നി. നമുക്ക് ഒരെണ്ണം കൂടിയുള്ളൂ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി സമയത്തിന് വൈകി എന്തായാലും
ഒരു അല്പം കൂടി എടുത്ത് തീർക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞു. ഓക്കെ, അതും കൂടി എടുത്തിട്ട് നിർത്താം. നിങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുള്ള ആ ഇംഗ്ലീഷ് വാചകം വായിച്ചു നോക്കുക. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്, ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, ക്യാൻ എനിവൺ ആൻസർ ദ ക്വസ്റ്റ്യൻ, ഈ ചോദ്യത്തിന് ഉത്തരം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നിങ്ങളാണ് അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. അതിന് മലയാളം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? നിങ്ങൾ ആർക്കെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയുമോ എന്ന് ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. കാരണം ചോദ്യകാരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻസ്, അതിൽ മാറ്റമൊന്നുമില്ല, ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ ഭാഗം ഇതിനോട് ചേർക്കണം. എങ്ങനെ ചേർക്കണം? ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയും എന്നല്ല. അപ്പോൾ അതിലെന്താണ്, അതിലൊരു ചോദ്യഭാവമില്ല. അത് കഴിയുമോ എന്ന്, അങ്ങനെയല്ല ടീച്ചർ, കഴിയുമോ എന്ന് ടീച്ചർ ചോദിച്ചു. ആ കഴിയുമോ ഓ എന്ന് ഇത് വരണം. അപ്പൊ എന്ത് വേണം? ക്യാൻ എനിവൺ ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ളതിൻ്റെ അതിൻ്റെ കൂടെ എങ്ങനെ ചേരണം? വെറും എന്ന് ചേർത്താൽ പോരാ, ഓ എന്ത് ചേരണം. അതിൻ്റെ ഇംഗ്ലീഷ് അറിയോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഇത് കൺജങ്ഷൻ ഇഫ് അല്ലെങ്കിൽ വെദറാണ്. ഇതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അർത്ഥം? ഓ എന്ത്. അപ്പോൾ വെദർ അല്ലെങ്കിൽ ഇഫ് വെക്കുകയാണെങ്കിലാണ് ഓ എന്നുള്ള അർത്ഥം വരിക. അപ്പൊ എന്ത് വേണം? യോജിപ്പിക്കാനായിട്ട്, ഇത് രണ്ടും യോജിപ്പിക്കാനായിട്ട് എന്ത് വേണം? അല്ലെ, ഇവിടെ കഴിയുമോ എന്ത്, അത് ഓ എന്ന് ചേർത്തിട്ടാണ്. അപ്പൊ വെദർ വെക്കാം അല്ലെങ്കിൽ ഇഫ് വെക്കാം. അപ്പൊ പക്ഷെ ഇത് ചോദ്യമാണല്ലോ, ചോദ്യ രൂപം മാറണം. അപ്പൊ ക്യാൻ ഇവിടെ വന്ന ചോദ്യ രൂപമായിരിക്കും അല്ലേ. അത് സാധാ അത് എവിടേക്ക് പോവുക? സബ്ജക്റ്റിന് ശേഷം അത് വരിക. എനിവൺ അല്ല സബ്ജക്റ്റ്, അപ്പൊ എനിവണിന് ശേഷം വരേണ്ടത്. ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമാണ് സഹായിക്രിയ സബ്ജക്റ്റിന് മുമ്പിൽ നിൽക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും സഹായിക്രിയ യഥാസ്ഥാനത്ത്, അതായത് ശബ്ദത്തിന് ശേഷം നിൽക്കണം. അപ്പൊ ഇതിൽ എനിവൺ സബ്ജക്റ്റ് ആയ കാരണം ക്യാരേജ് എവിടെ വരണം? റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റിന് ശേഷം വരണം. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്, ഇഫ് വയ്ക്കാം. അപ്പൊ ഇവിടെ ഇഫ് വയ്ക്കാം. ഇവിടെ ഇത് ഇഫ് വയ്ക്കാം. ഇഫ് ക്യാൻ എവിടെ പോകുന്നു? പ്രശ്നമില്ല, ക്യാൻ ഇവിടേക്ക് വരും. ഈ ക്യാൻ ഇവിടുന്ന് മാറിയിട്ട് ഇവിടേക്ക് വരും. ഇതാണ് യഥാസ്ഥാനം. ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇഫിന് പകരം ഇവിടെ വെദർ വെക്കുക കേട്ടോ, വെദറും വെക്കുക. ഇഫ് ഓർ വെദർ, ഇഫ് ബാർ വെദർ, ഏതേ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡന്റ് ഇഫ് എനിവൺ ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് വെദർ എനിവൺ ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. അങ്ങനെയായിരിക്കും. സിമ്പിൾ അല്ല. എന്താ കാരണം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്കിൽ ഈ അനുബന്ധ വാചകം എങ്ങനെ എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യിക്കുക? ഇഫ് ഓർ വെദർ വയ്ക്കുക. പിന്നെ സഹായിക്രിയ കൊണ്ട് യഥാസ്ഥാനത്ത് വയ്ക്കുക. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, ടെൻസിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. പക്ഷെ ഇവിടെ ഒരു മാറ്റം ഉണ്ട്. എന്താണ് ഇതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരണം? നമ്മൾ പഠിച്ചതനുസരിച്ച് ക്യാൻ എന്തായാലും ക്യാൻ വയ്ക്കാൻ പാടുമോ? ഇല്ല, കുഡ് വയ്ക്കണം. അപ്പൊ ഇത് ഇവിടെ ഉള്ളത് ക്യാൻ മാറി കുഡാവും. അത്രയും കൂടി ശ്രദ്ധിക്കണം. ആ ടെൻസ് ഒന്ന് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ കാരണം? ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ഇത് ഏതാണെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ അതിനെ അനുസരിച്ച് സഹായിക്രിയ മോഡൽ വെർബ്സൊക്കെ അതിൻ്റെ പാസ്റ്റ് ഫോമിൽ വെക്കണം. എത്ര? അപ്പോൾ നിങ്ങൾക്ക് ഇത് സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിന് വേറെ വിഷയത്തിന് ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മൾ ഉദാഹരണ ടൈപ്പ് വാചകങ്ങൾ എങ്ങനെയാണ്
റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക എന്ന് മനസ്സിലായി അല്ലേ? ഉത്തരവാദികൾ അഥവാ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ച കാര്യം ഇനി കൂടുതൽ ഉദാഹരണം വേണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേ സമയത്ത് നമ്മൾ കമാൻഡ് റിക്വസ്റ്റ്, അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ തുടങ്ങിയ ഒന്നുകൂടി കുറച്ചുകൂടി ഉദാഹരണങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാകും എന്നെനിക്ക് തോന്നുന്നു. അത് കാരണം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഞാൻ ബോർഡിൽ എഴുതിയിടാം, പിന്നെ നിങ്ങളപ്പോൾ ഒപ്പം പരിശീലിച്ച് ചെയ്യുക. അതിന് ശേഷം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബായ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വാചകങ്ങൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുക എന്നതിനെ കുറിച്ച് ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും അത് ഉറക്കാൻ സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഇത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം, എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വാചകങ്ങൾ മാറ്റേണ്ടത്. ഓക്കെ, ഇപ്പോൾ ബോർഡിൽ ഇപ്പോൾ നോക്കുക, കമാൻഡ് ആൻഡ് റിക്വസ്റ്റിൽപ്പെട്ട ഒരു വാചകം എഴുതിയിട്ടുണ്ട്. The officer said to the soldier to stand up. എന്താണ് പറഞ്ഞത്? ഓഫീസർ സെഡ് ടു സോൾജർ സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ അർത്ഥം? ഓഫീസർ ഭടനോട് പറഞ്ഞു എഴുന്നേൽക്കൂ. അപ്പൊ അങ്ങനെ ഒരു ഇത് എങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് സിമ്പിളാണ് എന്ന് മനസ്സിലായി ഇല്ലേ? ഇത് രണ്ടും യോജിപ്പിച്ച് നമ്മൾ എഴുതുക. നിങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ഓഫീസർ പറഞ്ഞു, അതിൽ മാറ്റൊന്നുമില്ല. ആരോട്? ഭടനോട് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ട്, ഈ സോൾജർ എന്നുള്ള ഓഫീസർ എന്നുള്ളതിനും സോൾജർ എന്നുള്ളതിനും മാറ്റമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി. കേൾക്കുന്ന ആൾക്ക് ഒരു ഓഫീസർ ഒരു ഭടനോട് പറഞ്ഞ കാര്യം വ്യക്തമാവും. എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. ആരെ എഴുന്നേൽക്കേണ്ട? സോൾജറാണ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് എങ്ങനെയാണ്? അതൊരു ആജ്ഞയായിരുന്നു, ഒരു കമാൻഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞാൽ പോരാ, കമാൻഡഡ് എന്ന് പറയണം. ഓർഡേഡ് അല്ലെങ്കിൽ പറയണം ഓർഡേഡ് എന്ന് പറഞ്ഞു. കൽപ്പിച്ചു. ആരോട്? ഭടനോട് കൽപ്പിച്ചു. എന്തിന് കൽപ്പിച്ചു? എഴുന്നേൽക്കുവാൻ. അപ്പൊ എഴുന്നേൽക്കുവാൻ ഓഫീസർ ഭടനോട് കൽപ്പിച്ചു ഇത് പറഞ്ഞാൽ ശരിയായില്ലോ. ഇപ്പൊ എന്ത് വേണം? ഇതിന്റെ സിമ്പിളാണ്. ഇതിലേക്ക് പറ്റുക ടു ചേർക്കുക. അപ്പൊ എന്തായി? എഴുന്നേൽക്കുവാൻ എന്തായി? അപ്പൊ പിന്നെ എന്ത് വേണ്ട? ഇൻവെർട്ടഡ് കോമ വേണ്ട. അപ്പോ അത് ചേർന്നിട്ട് ഇതിലെ ഇതിന്റെ അനുബന്ധ വാചകം അഥവാ റിപ്പോർട്ടിംഗ് സെന്റൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം നോക്കുക. അത് മാറ്റമില്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ പറഞ്ഞാൽ മതി? ഇതിവിടെ മാറുന്നത് ഞാൻ വേറെ കളറിൽ എഴുതാം. ഇതിൽ മാറ്റം വരും അല്ലേ? എന്താ വരിക? ഇത് പറഞ്ഞു എന്നുള്ളത് എന്താ? ഒരു ആജ്ഞയായിട്ടാണ് പറഞ്ഞില്ല. അപ്പോൾ ഓർഡേഡ് ഇതാക്കണം. അപ്പോൾ സെൻറ്റും ടൂവും പോയി അതിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? ഓർഡേഡ്. ഓർഡേഡ് എന്നുള്ളത് എന്താണ്? ഒരു ട്രാൻസിറ്റീവ് വെർബാണ്, സകർമ്മക്രിയയാണ്. അങ്ങനെ വരുന്ന വാചകുമ്പോൾ ഇംഗ്ലീഷിൽ എന്ത് വേണ്ട? അത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് വയ്ക്കേണ്ട? ടു വേണ്ട. അതുകൊണ്ട് ടു കൂടി അവോയ്ഡ് ചെയ്യാം. കാരണം എന്താണ്? ഇത് ഒരു ഓർഡേഡ് എന്നുള്ളത് സകർമ്മക്രിയയാണ്. അതുകൊണ്ടാണ് എന്ത് ഇത് കഴിഞ്ഞിട്ട് ടു വയ്ക്കാതിരുന്നത്. ഇത് സെൻഡ് അകർമ്മക്രിയ ആയതുകൊണ്ടാണ് ടു ആവശ്യമായത് വരുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മനസ്സിലാവാത്തവര് മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടു നോക്കി ഒന്നുകൂടി ആവർത്തിച്ച് കാണുക.
അപ്പോൾ ഓഫീസർ ഓർഡേഡ് ടു ദി സോൾജർ. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടോണിലാണ് സംസാരിച്ചത് അറിയണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പറയാനില്ല. എഴുന്നേൽക്കൂ എന്ത് ഓഫീസർ ഭടനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് തോന്നുക? എങ്ങനെയാണ് പറഞ്ഞ് എന്നുള്ളൊരു ധാരണ കിട്ടില്ല അല്ലേ? ഓഫീസർ ഒരു കൽപ്പനായിട്ട് പറഞ്ഞത് നമുക്ക് തോന്നില്ല. അല്പം ശൗര്യത്തോടും ഗൗരവത്തോടും കൂടി പറഞ്ഞതിൽ നമുക്ക് തോന്നില്ലേ? അഭ്യർത്ഥിച്ച പോലെയൊക്കെ തോന്നും. അങ്ങനെ തോന്നാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? ആ ഇൻറ്റോണേഷൻ എന്ന് പറയില്ലേ, ആ പറഞ്ഞ ആ ആളുടെ ആ ധ്വനി നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഇത് ആ എഫക്റ്റ് കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ആ സംഭവം അതേപടി നമ്മുടെ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആൾക്ക് വരണ്ടെങ്കിൽ അങ്ങനെ വരണം. അതുകൊണ്ട് അപ്പോൾ ഇതുവരെ ഓഫീസർ ഓർഡേഡ് ദ സോൾജർ. പിന്നെ എന്ത് മതി ഇവിടെ? ഇവിടെ ടു എന്താ ചേർക്കണ്ടേ? അപ്പോൾ ഇവിടെ ടു എന്ന് ചേർക്കുക. അപ്പോൾ പിന്നെ ഏത് വേണ്ടത്? ഇത് വേണ്ട, റൗണ്ട് ചെയ്ത് കളയും, ഇത് ആവശ്യമില്ല. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്താണ്? ഇവിടെ എന്ത് വേണം? റിപ്പോർട്ടിംഗ് സെൻറ്റൻസ്. അതിലെ റിപ്പോർട്ടിംഗ് വെർബ് നമുക്ക് എങ്ങനെ മാറ്റണം? കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഏത് ടോണിലാണ് ഈ ഓഫീസർ സബ്ജക്റ്റ് സംസാരിക്കുക എന്നുള്ളത്. അത് അഭ്യർത്ഥനയായിട്ടോ കൽപ്പനയാണോ വെറും ആവശ്യപ്പെടാണോ അത് ഉപദേശിക്കുകയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണം. അതിന് നമ്മൾ അപ്പോൾ ഇവിടെ സദ്യയിൽ മാറ്റില്ലേ. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പറയുമ്പോൾ നിങ്ങളുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ ഓഫീസർ സോൾജറൊന്നും മാറ്റില്ല. അതുകൊണ്ട് അവിടെ മാറ്റില്ല. ടു സ്റ്റാൻഡപ്പ് നിൽക്കുവാൻ. അപ്പോൾ ടു ആണ് ചേർത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, മാറ്റം 3 മാറ്റങ്ങളുള്ള ഇൻവെർട്ടഡ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ പറഞ്ഞു എന്നുള്ളത് കൽപ്പിച്ചു എന്നായി ഒന്ന്. പിന്നെ ഇത് ഇതിനോട് ചേർക്കാനായിട്ട് ടൂണ്ടായി. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കമാൻഡ് മാറി അത് ഈ വാചകത്തിനോട് കൂടി ചേരുന്നത് കൊണ്ട് ആ ചേർക്കാനായിട്ട് ടു മതി. അപ്പോൾ ഇൻഫിനിറ്റീവ് ചേർത്താൽ മതി. അപ്പോൾ കമാൻഡിൽ ഓർഡറിലും ഏതാണ് യോജിപ്പിക്കാൻ ഉപയോഗിക്കുക? പറഞ്ഞ വാചകത്തെ റിപ്പോർട്ടിംഗ് സെൻറ്റൻസിനോട് യോജിപ്പിക്കാനായിട്ട് ഏതാ ചേർക്കേണ്ടത്? ടു. പിന്നെ എന്താ മാറ്റം? പിന്നെ വേറെ മാറ്റങ്ങളില്ല. പിന്നെ ഇൻവെർട്ടഡ് കോമ വേണ്ട. അപ്പോൾ മനസ്സിലാക്കി ഇൻവെർട്ടഡ് കോമ വേണ്ട. പിന്നെ ടു ആണ് ചേർക്കേണ്ടത്. പിന്നെ ഇത് നമുക്ക് ആ ടോൺ മനസ്സിലാവുന്ന തരത്തിൽ ഇത് മാറ്റണം. അതാണ് നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. അടുത്ത വാചകം നോക്കുക. ദ ലിറ്റിൽ ഗേൾ സെഡ് ടു ഹെർ മദർ. കൊച്ചു പെൺകുട്ടി അവളുടെ അമ്മയോട് പറഞ്ഞു, പ്ലീസ് ഗിവ് മീ സം. അമ്മയോട് പറഞ്ഞു, എനിക്ക് അല്പം പാല് തരൂ. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? അത് അമ്മയോടുള്ള ഒരു അഭ്യർത്ഥനയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദാഹരണം ഞാനാ കേൾക്കുന്നത് വിചാരിച്ചു. ഇപ്പം എന്നോട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമ്പോൾ എനിക്ക് തോന്നണം ഇതേ കാര്യം എനിക്ക് തോന്നണം. പറഞ്ഞു ദ ലിറ്റിൽ ഗേൾ എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇപ്പം കൊച്ചുകുട്ടിയാണ്. സെഡ് ടു മദർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് പറഞ്ഞത്? ആറ്റിയേറ്റ അപേക്ഷയാണോ? നേരത്തെ പറഞ്ഞ പോലെ ആറ്റിയായിട്ടാണ് പറഞ്ഞല്ല, അപേക്ഷിക്കുകയും ചെയ്തത് അല്ലേ? അത് തോന്നണമെങ്കിൽ എന്ത് വേണം? സെഡ് ടു ഇതിൽ മാറ്റി എന്താക്കണം? ഇതെന്താക്കണം?
ഇത് മാറ്റി എന്താക്കണം, റിക്വസ്റ്റഡ് എന്താക്കണം. എന്താക്കേണ്ടത്? റിക്വസ്റ്റഡ്. അപ്പൊ എന്താണ്? ആ കൊച്ചുകുട്ടി അപേക്ഷിച്ചു ആരോട്? അമ്മയോട്. അപ്പൊ ടു പോവാനുള്ള കാര്യം വിശദീകരിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞായിട്ട് ഹെർ മദർ. പിന്നെ റിക്വസ്റ്റ് അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ റിക്വസ്റ്റിന്റെ ആവശ്യം, ഇപ്പൊ റിക്വസ്റ്റിന്റെ ആവശ്യമില്ല. പിന്നെ എന്ത് മതി? തരൂ എന്ന് തരുവാൻ അഭ്യർത്ഥിച്ചു, അല്ല വാൻ എന്തെങ്കിലും കിട്ടാൻ എന്ത് ചെയ്യുക? പിന്നെ ഈ വാചകത്തിൽ ഇത് വേണ്ട കേട്ടാ. ടു എന്ന് മതി. എന്താണ്? ടു എന്ന് ചേർക്കാനായിട്ട്. പിന്നെ എന്താ? ഗീവ് തരുവാൻ അഭ്യർത്ഥിച്ചു. മീ എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ മീ എന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഇല്ല. അപ്പൊ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് നിങ്ങൾക്ക് തരുവാനാണ് പറഞ്ഞതല്ല. നിനക്കറിയാം ആർക്കാണ്? ആ കുട്ടിക്ക് അല്ലെ, അവൾക്ക്. അപ്പോൾ എന്താ വേണ്ടേ? ഇത് മാറി ഹെർ എന്താവും. പിന്നെ എന്താണ്? സമ്മിൽക്ക് അല്ലേ, പാല് കൊടുക്കാൻ. അത് കണ്ട് അപ്പൊ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ എന്നോട് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് മനസ്സിലാവുന്നത്, ഒരു കൊച്ചുകുട്ടി അമ്മയോട് കുറച്ച് പാല് കൊടുക്കും, അവൾക്ക് കുറച്ച് പാല് കൊടുക്കാൻ അപേക്ഷിച്ച കാര്യം എനിക്ക് മനസ്സിലാവും, ഇല്ലേ? അപ്പൊ ആ ഒരു വ്യൂ പോയിന്റ് ഇതിൽ എഴുതിയാൽ മതി. അപ്പൊ ഇൻവെർട്ടർ കോമ വേണോ? വേണ്ട. അപ്പൊ അത് വേണ്ട, ഇത് പോവും, അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ അതിലേക്ക് ഉള്ള ഇതുകൾ. അപ്പോൾ റിപ്പോർട്ട് അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ട? റിപ്പോർട്ട് അതിലെ ഇൻവെർട്ടർ കോമ പോവും, പിന്നെ കോളം പോവും, പിന്നെ പിന്നെ ടൂ വരും, അല്ലേ? ഇപ്പൊ പാട്ടുകളൊക്കെ മനസ്സിലായില്ലോ. നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ നോക്കുക. ദ ഫാദർ സെഡ് ടു ദി സൺ. അച്ഛൻ മകനോട് പറഞ്ഞു, ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. നിങ്ങളുടെ ആശ കൈവിടരുത്, ഉപേക്ഷിക്കരുത്, നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. ഇതെങ്കിലും അതിനെ റിപ്പോർട്ട് ചെയ്യുക. ഇത് അച്ഛൻ മകനോട് പറഞ്ഞത് എന്തായിട്ട് ഉപദേശമായിട്ടാണ് പറഞ്ഞത്. വായിക്കുമ്പോൾ അറിയാം, അല്ലേ? നിന്റെ ആശ നീ കൈവിടരുത്, ഡോണ്ട് ലോസ്. അപ്പോൾ ഇതില് നിനക്കറിയാം, ഇവിടെ മാറ്റില്ല നിനക്കറിയാം, അല്ലേ? ഇത് പറയുന്ന ആൾക്ക് ഇതെന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറഞ്ഞത് മനസ്സിലാവും. എങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ പറഞ്ഞ ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതെന്ത് വരും? അഡ്വൈസ്ഡ് ഇതാവും. അഡ്വൈസ്ഡ്. ഫാദർ അഡ്വൈസ്ഡ് ദി സൺ ഡോണ്ട് ലോസ് യുവർ ഹോപ്പ്. അപ്പൊ എന്താണ് വരിക ഇവിടെ? എന്താ വരിക? ഇത് നഷ്ടപ്പെടുവാൻ എന്താ എഴുതിയിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ കൈവിടുവാൻ, അല്ലേ? കൈവിടാതിരിക്കുവാനാക്കണം. അപ്പൊ എന്താ വരിക? നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, അല്ലെങ്കിൽ കൈവിടാതിരിക്കുക. അതാണ് ലോസിന്റെ അർത്ഥം. ഡോട്ട് വയ്ക്കുമ്പോൾ നഷ്ടപ്പെടുത്തരുത്, കൈവിടരുത്. അപ്പൊ കൈവിടാതിരിക്കുവാൻ എന്താ അതിനെങ്ങനെ വെക്കുക? ഡോട്ട് ടു. അപ്പൊ സാധനം മറ്റേ ഡോട്ടായി കാരണം എന്ത് വെക്കണം? ഇവിടെ വെക്കേണ്ടത് ഡോട്ട് ടു. ഡോട്ട് മാറി എന്ത് വരും? ഡോട്ട് ടു ആവും. മനസ്സിലായ? ഓക്കെ. അപ്പോൾ ഡോട്ട് ടു പറഞ്ഞു കഴിഞ്ഞാല് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, അല്ലെങ്കിൽ കൈവിടാതിരിക്കുവാൻ എന്നർത്ഥം. യുവർ ഹോപ്പ് എന്താണ്? നിങ്ങളുടെ ഹോപ്പ് ഇതാണോ വേണ്ടത്? അല്ല, നിങ്ങളുടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവര് അവരുടെ എന്ത് തോന്നും, അല്ലേ? അങ്ങനെയല്ല, ആരുടെയാണ്? ഈ മകന്റെയാണ്, അല്ലേ? അപ്പൊ എന്താ വേണ്ട ഇവിടെ?
അവൻ്റെ എന്താ വേണ്ടത്? അപ്പോ പിന്നെ ഇത് വേണ്ട, ഇത് വേണ്ട അല്ലേ, ഇൻവെർട്ടഡ് കോമ വേണ്ട, പിന്നെ ഈ കോളനും വേണ്ട. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടത് ആശ അവനോട് ആശ കൈവിടാതിരിക്കുവാൻ, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഇത്തരം ഭാഗത്തിൻ്റെ അർത്ഥം വരിക. നോട്ട് ടു ലോസ് ഹെർ, ഹി അല്ല, ഹെർന്നല്ല, ഹിസ്, തെറ്റിപ്പോയി. കണ്ടിനോട് പറഞ്ഞു എന്താണ്, നോട്ട് ടു ലോസ് ഹിസ് ഹോപ്പ്, അവൻ്റെ ആശ കൈവിടാതിരിക്കുവാൻ അച്ഛൻ മകനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഈ സംഭവം കൃത്യമായിട്ട് കേൾവിക്കാരന് മനസ്സിലാവും. അപ്പം എന്തൊക്കെയാ പാട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊക്കെ അറിയാം, ഉപദേശിക്കാനും അങ്ങനെ പറയാം. പിന്നെ ഇവിടെ ടൂ എന്ന് പറയുന്നത് ഡോണ്ട് ഉണ്ടായി, ഡോണ്ട് അരുത് എന്നാണ് അല്ലേ, കൈവിടാതിരിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ കൈവിടാതിരിക്കുവാൻ എന്ന് പറയണം. അപ്പോൾ നോട്ട് ടു ലോസ് എന്ന് പറയണം. ഇവിടെ ടു വെച്ചത് നെഗറ്റീവ് ആകുമ്പോൾ നോട്ട് ടു വെക്കാത്തൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റുകൂടാതെ കമ്പാരിറ്റീവ് റിക്വസ്റ്റ്യനുകൾക്ക് സ്വയം ചെയ്യാനാകും. ഡെഫിനിറ്റ്. ഓക്കെ, ഇനി നമുക്ക് 3 WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത് നോക്കാം. ബോർഡിൽ ഇതായിട്ട് നോക്കുക. എ സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ യെസ്റ്റർഡേ. ഇന്നലെ എന്നോട് ഒരു സ്ട്രേഞ്ചർ ചോദിച്ചു, വേർ ക്യാൻ ഐ ക്യാച്ച് ദ ബസ് ഫ്രം, എവിടെ നിന്ന് എനിക്ക് ബസ് പിടിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ നമുക്ക് എവിടെ നിന്ന് അവന് ബസ് പിടിക്കാൻ കഴിയുമെന്ന് അധ്യാപകനോട് സ്ട്രേഞ്ചർ കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്നല്ലേ വേണ്ടത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? എവിടെ നിന്ന് അപരിചിതനെ, അതായത് സ്ട്രേഞ്ചർ എന്താണ് വേണ്ടത് കേട്ടോ. സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ യെസ്റ്റർഡേ. ഇതൊക്കെ ഈ സ്ട്രേഞ്ചർ എന്നോട് ഇന്നലെ ചോദിച്ചു എന്താണ് അല്ലേ. അപ്പോൾ ഇതിൽ മാറ്റമൊന്നുമില്ല അല്ലേ. സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ എന്ന് പറയുമ്പോൾ അവിടെ മാറ്റമുണ്ട് അല്ലേ. അവിടെ എന്താണ് മാറ്റം? ഇവിടെ എന്താ മാറ്റം? മീ എന്ന് പറയുന്നത് ഞാനാണ്, നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ എന്ത് വിട്ടേണം? സ്ട്രേഞ്ചർ ആസ്ക്ഡ് ദി ടീച്ചർ എന്ന് വെക്കണം. ദി ടീച്ചർ. ഇൻവെർട്ടഡ് കോമ പിന്നെ വേണ്ടല്ലോ, അപ്പോൾ ഇത് കളയാം. ഈ ടീച്ചർ. പിന്നെ എന്ത് വേണ്ട ഇതിന്? ഇത് വേണ്ട. എന്ത് വേണ്ട? വേറെ ഇത് വേണ്ട, കൺജക്ഷൻ വേണ്ട. എന്താ കാരണം? വേർ ഫ്രം, അതിൽ എവിടെ നിന്ന് എന്തുണ്ട്, എവിടെ നിന്ന് എന്നത് അതിലുള്ളത്, വേറൊന്നും വേണ്ട എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ കോളം കളയുക, പിന്നെ ഇൻവെർട്ടഡ് കോമ കളയുക, പിന്നെ ചോദ്യരൂപം വേണ്ട. പിന്നെ വേർ ക്യാൻ ഐ ക്യാച്ച് ദ ബസ് ഇതല്ലേ വരിക. എനിക്ക് പിടിക്കാൻ കഴിയാത്തല്ല ചോദിച്ചത്. ആരെ ചോദിച്ചത്? അത് അവനാ ചോദിച്ചത്, അപരിചിതനാണ് ചോദിച്ചത്. അപ്പൊ അവനാണ് പിടിക്കാൻ കഴിയുന്ന ചോദിച്ചത്, എനിക്കല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുമല്ല. അപ്പൊ ആർക്കാ ഇത് പറയണത്? നിങ്ങൾക്ക് അവന് എവിടെ ഇത് വെക്കണം. ഇപ്പൊ വേർ ഐ ക്യാൻ എന്നുള്ളത് വേർ ഇവിടെ ഹീ ആവണം. എന്താ വേണ്ടത്? ഹീ. ഐന്നുള്ളത് ബാറും എന്താവും? ഐന്നുള്ളത് ബാറിയിട്ട്. ഐന്നുള്ളത് ബാറും. പിന്നെ എന്ത് വരും അവിടെ?
എന്ത് വരും? ഹീ. എന്താ വരിക? ഹീ എന്ന് വരും. അവന് പിടിക്കാൻ കഴിയുന്നതായതുകൊണ്ട് ഹീ എന്ന് വരും. പിന്നെ ഇവിടെ ടെൻസ് എന്താ വരിക? കാഡാണോ വരിക? കാഡാണോ വരിക? കാഡല്ല വരിക. എന്താ കാരണം? അതിന്റെ പാസ്റ്റ് ഫോം എഴുതണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ വരിക? കുഡ് എന്ന് വരും. പിന്നെ ഒരു ചേഞ്ച് എവിടെ വരിക? ഇത് ക്യാരിപ്പട്ടിക്ക് വരും അല്ലേ? എന്താ കാരണം? ചോദ്യവാചകത്തിലെ എന്ത് നിൽക്കാൻ പാടുള്ളൂ? സഹായിക്രിയ സബ്ജക്റ്റിന് മുമ്പ് വരാൻ പാടുള്ളൂ. അത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ വേർ ഹി കുഡ് ക്യാച്ച് ദ ബസ് ഫ്രം എന്താക്കണം? വേർ ക്യാൻ ഐ ക്യാച്ച് ദ ബസ് ഫ്രം എന്നുള്ള എന്താവും? അതിനുമാതിരി ഹീ വരാൻ കാരണം അറിയാം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവര് എന്താണ്? പിന്നെ ക്യാനിൽ കുണ്ടവിടെ കാരണം അറിയാം. വേറെ ഒന്നും വേണ്ട. ആ വേർ ഹി കുഡ് ക്യാച്ച് ദ ബസ് ഫ്രം, എവിടെ നിന്ന് ബസ് പിടിക്കാൻ കഴിയും എന്നതിൽ ഈ വേറിൽ തന്നെ എന്നുണ്ട്. അതുകൊണ്ട് വേണ്ട. അപ്പൊ ഇത്രയാണ് ഇതിൽ പറയുമ്പോൾ ആസ്കഡ് മാറ്റമില്ല, ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലുള്ള മാറ്റം സ്ട്രേഞ്ചർ ആസ്ക് ദ ടീച്ചർ യെസ്റ്റർഡേ മാറും കേട്ടോ. നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ പ്രീവിയസ് ഡേ അത് ഒരു കഴിഞ്ഞ ദിവസം എന്ത് വരും. ഓക്കെ, അപ്പോൾ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തേക്ക് കടക്കുകയാണെങ്കിൽ ദ പോലീസ്മാൻ സെഡ് ടു ദ സ്ട്രേഞ്ചർ, പോലീസ്മാൻ അപരിചിതനോട് പറഞ്ഞു, വേർ ഡു യു ലിവ്, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലേ? അപ്പൊ പോലീസ്മാൻ സ്ട്രേഞ്ചറോട് പറഞ്ഞു, വേർ ഡു യു ലിവ്, നിങ്ങൾ എവിടെ ജീവിക്കുന്നു. ഇനി അപ്പൊ എന്ത് വേണം ഇവിടെ? ഇത് രണ്ടും പോവും. ഇൻവെർട്ടർ കോപ്പി ഇതും ചോദ്യത്തിക്ക് പോവും അല്ലേ? ഈ വാചകം ഇതിനോട് ചേർക്കണം. അതിന് എന്തെങ്കിലും കൺജക്ഷൻ വേണ്ടോ? വേണ്ട. അപ്പൊ കൺജക്ഷൻ ഒന്നും വേണ്ട, ഇതെന്നെ ചേർത്ത് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസുമാൻ ആരോട് ചോദിച്ചില്ല? അപരിചിതനോട് ചോദിച്ചു. അപ്പൊ അവരോടാണ് ചോദിച്ചത്. അപ്പൊ യു എന്നുള്ള എവിടെ മാറും? ഈ യു മാറും. ഈ യു മാറി എന്തായിട്ട് വരും? അത് ഇവിടെ അവൻ അല്ലേ, ഹീ ആയിട്ട് മാറും. പിന്നെ ഈ ഡു മാറി ഇങ്ങോട്ട് മാറും അല്ലേ? ഡു എവിടേക്ക് വരും? ഡു എവിടേക്ക് വരും? ഡു എന്നുള്ളത് ഇവിടെ യഥാസ്ഥാനത്തേക്ക് വരും. ഡു ലീവ് അല്ലേ? പക്ഷെ ഇത് പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പൊ എന്താവും? ഡു മാറി ഡിഡാവും അല്ലേ? ഡു ഇങ്ങോട്ട് വരും അല്ലേ? ചോദ്യം ആകുമ്പോഴാണ് മുമ്പിൽ നിൽക്കുക. ചോദ്യം അല്ല ഇതിനെ യോജിപ്പിക്കുമ്പോൾ ഇതിന്റെ കൂടി സാധാ വാചകം മാറുന്നുണ്ട്. ഡു ഇപ്പുറത്ത് വരുമ്പോ ഡിഡാവും അല്ലേ? ഡിഡാവാൻ കാരണം കഴിഞ്ഞു പോയതാണ് അല്ലേ? എവിടെ ജീവിക്കുന്നു ചോദിച്ചു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ എവിടെ ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഡിഡ് ലീവ് എന്ന് പറഞ്ഞതാണ് എന്ത്? ലീവ്. അപ്പൊ ഇതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടിനും പകരം ലീവ് എന്ന് വെച്ചാൽ മതി. ലീവ് എന്ന് വെച്ചാൽ മതി അല്ലേ? ചോദ്യമല്ലാത്തത് കൊണ്ടാണ് ലീവ്ഡ് ആയത്. അപ്പൊ എന്താണ്? പോലീസ്മാൻ സെഡ് എന്നുള്ളത് എന്താ? ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്തായി മാറും? ആസ്കൃതായിട്ട് മാറും. ആ പോലീസ്മാൻ ആസ്കൃതി. അപ്പൊ ഇത് വേണ്ട അല്ലേ? പോലീസ്മാൻ ആസ്ക് ദ സ്ട്രേഞ്ചർ, പോലീസ്മാൻ സബിനോട് ചോദിച്ചു അവൻ എവിടെ താമസിച്ചിരുന്നു എന്ന്. അതിന് മലയാളത്തിൽ ഭംഗിയിൽ പറയുകയാണെങ്കിൽ അവൻ എവിടെ താമസിച്ചിരുന്നു എന്ന് പോലീസ് അപരിചിതനോട് ചോദിച്ചു. ക്ലിയറായി. ഇനി മൂന്നാമത്തെ കടത്തിലേക്ക് നമുക്ക് കടക്കാം. The traveler said to the officer, when will the next train come? അടുത്ത ട്രെയിൻ എപ്പോൾ വരും എന്ന് ചോദിച്ചു. നേരത്തെ കവിഞ്ഞ പെട്ടെന്ന് തെറ്റിയിട്ട് വില്ലിന്റെ ശേഷം എഴുതിൻ്റെ അത് തെറ്റായിരുന്നു.
കമ്പ് മുടിയാണ്ട് പറഞ്ഞത് ഇതൊക്കെ അറിയാലോ, എന്തൊക്കെ ആരും ഇതൊക്കെ അറിയാലോ. അപ്പൊ ദ ട്രാവലർ സെറ്റ് ഓഫീസറോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അടുത്ത ട്രെയിൻ എപ്പോൾ വരും അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രാവലർ ഓഫീസറോട് എന്താ ചെയ്യുന്നത്? ഇത് കണ്ടാൽ അറിയാൻ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ വേണം? ഇത് മാറ്റി എന്താക്കണം എന്ന് നമ്മൾ പഠിച്ചു. നമ്മളിത് പഠിച്ചു. ഇത് മാറ്റി ആസ്ക്ഡ് ആക്കണം നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ എന്താ നമ്മൾ പഠിച്ചേ? ഇവിടെ വേറെ മാറ്റമുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാവലറാണ്, യാത്രക്കാരനാണ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്ലിയറായി. വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. വേർ വിൽ ദ നെക്സ്റ്റ് ട്രെയിൻ കം? എപ്പോൾ അടുത്ത ട്രെയിൻ വരും? അപ്പൊ ഇതില് എന്ത് മാറും? ഇത് വേണ്ട അല്ലേ? ഇൻവെർട്ടഡ് കോപ്പി കോളൊന്നും വേണ്ട. പിന്നെ ഏതെങ്കിലും കൺജക്ഷൻ വേണ്ട, അത് മനസ്സിലായി. പിന്നെ അത് വെൻ വിൽ ദ നെക്സ്റ്റ് ട്രെയിൻ കം? അടുത്ത വണ്ടി എപ്പോൾ വരുന്നത്? അതിന് മാറ്റങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത് കഴിഞ്ഞു പോയൊരു കാലമാണ്. അപ്പൊ എന്ത് വരും അതില്? വില്ല് വരുമോ? വില്ല് പാടില്ല. എന്താ കാരണം? ഇത് കഴിഞ്ഞൊരു പകരം റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ എന്താ വരിക? വില്ല് മാറി വുഡ് വരും. വുഡ് എവിടെ വരും? ഇത് ചോദ്യത്തിൽ എങ്ങനെ നിൽക്കും? ചോദ്യം അല്ലാതായി കഴിഞ്ഞു കണ്ടാൽ വില്ലിന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഈ ട്രെയിനിന് ശേഷമായിരിക്കും. അപ്പൊ ഇവിടെ വരും. വുഡ് എന്നുള്ളത് ഇവിടെ വരും. പിന്നെ ചോദ്യവാക്ക് ക്വസ്റ്റ്യൻ മാർക്കൊന്നും വേണ്ട, വെറും കുട്ടുമതി. അപ്പൊ എങ്ങനെയാണ് വരിക? ദ ട്രാവലർ ആസ്ക്ഡ് ഓഫീസർ വെൻ വുഡ് അങ്ങോട്ട് മാറി. വെൻ ദ ട്രെയിൻ നെക്സ്റ്റ് ട്രെയിൻ വുഡ് കം. മനസ്സിലായ? എങ്ങനെയാ വരിക? വെൻ ദ നെക്സ്റ്റ് ട്രെയിൻ വുഡ് കം. വിന്നുള്ളത് പാസ്റ്റായിട്ട് വുഡായിട്ട് എപ്പോഴത്തേക്ക് പോകും? ട്രെയിനിന്റെ ശേഷം. കാരണം ചോദ്യവാചകത്തിൽ ഒഴികെ സഹായിക്കുന്ന സ്ഥാനം സബ്ജക്റ്റിന് ശേഷമാണ്. അതാണ് കാരണം. അപ്പൊ ഇങ്ങനെ ഇതായി കറക്റ്റായി. പിന്നെ നമുക്കൊരു 2-3 തവണ കൂടി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ? എന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ആൻഡ് ഓൾഡ് മാൻ സെഡ് ടു എ യങ് മാൻ. ഒരു വയസ്സനായ മനുഷ്യൻ പറഞ്ഞു ആരോട്? ചെറുപ്പക്കാരോട്. വിൽ യു ഹെൽപ്പ് മീ ടു ക്യാരി മൈ ബാഗ്? എൻ്റെ ബാഗ് ചുമക്കുവാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്താണ് ചോദിച്ചത്. നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാ? എൻ്റെ ബാഗ് ഇതാണ്. നമ്മൾ വേറൊരാള് പറഞ്ഞത് കേട്ട് പറയാ അവൻ്റെ ബാഗ് ചുമക്കുവാൻ എന്നെ സഹായിക്കുക എന്നാണോ പറയാ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ല, അവനെ സഹായിക്കുവാൻ നിനക്ക് കഴിയുമോ എന്ന് പറഞ്ഞ്, നീ സഹായിക്കുമോ എന്ന് പറഞ്ഞാൽ, നീ ഇത് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനാണ്. അവൻ സഹായിക്കുമോ എന്നല്ല നമ്മൾ പറയണ്ടേ. പിന്നെ മാത്രമല്ല ഇതൊരു ചോദ്യമാണ് അല്ലേ? അപ്പൊ നമ്മൾ ചോദിച്ചു എന്നാണ് പറയാ. അപ്പൊ എങ്ങനെയാണ് ഈ ഓൾഡ് മാൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എഴുതേണ്ടത്? ഓൾഡ് മാൻ, അത് അവന്റെ ബാഗ് ചുമക്കുവാൻ അവനെ സഹായിക്കുമോ എന്ന് ഇവിടെ എന്ത് ചേർക്കണം? ഓ എന്നൊരു ചേർത്തിട്ട് ശേഷം ആ വയസ്സനായ മനുഷ്യൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്ന് എഴുതുകയാണെങ്കിൽ പെർഫെക്റ്റ് റിപ്പോർട്ടർ സ്പീച്ചായി മലയാളത്തിൽ. അപ്പൊ നമുക്ക് മാറ്റങ്ങൾ മനസ്സിലായി. ഇതെന്ത് ആക്കണം? ഇത് ചോദിച്ചു എന്താക്കണം എന്ന കാര്യം നമുക്ക് ബോധ്യമായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് വയ്ക്കണം? ആസ്ക്ഡ്. ചോദ്യമായത് കൊണ്ട് ആസ്ക്ഡ് എന്ന് ചോദിക്കണം. ഓൾഡ് മാൻ ആസ്ക്ഡ് എ യങ് മാനോട് ചോദിച്ചു. പിന്നെ എന്ത് ചോദിച്ചു റിപ്പോർട്ട് ചെയ്യണം. ഓ എന്ന്. അപ്പൊ നമുക്കറിയാം ഇതൊന്നും വേണ്ട അല്ലേ? ഈ വക ഇൻവെർട്ടഡ് കോമ്പ് വേണ്ട, ഇതൊന്നും വേണ്ട. പിന്നെ കോളനൊക്കെ പോയിട്ട് എന്ത് വരും ഇവിടെ? ഇതിന് യോജിപ്പിക്കാനായിട്ട് ഒരു സാധനം വെക്കുന്നത് പഠിക്കുക. എന്താ അത്? വെദർ അല്ലെങ്കിൽ ഇഫ്. അപ്പൊ വെദർ വെക്കണം. പിന്നെ
അപ്പൊ ഓ എന്നതിൽ ചേരും. ഇതിന് മറ്റേ കൂട്ടി ചേർക്കണം പഠിച്ചിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ. എന്റെ വേഗ് എന്നാണോ പറയാനില്ല, നമുക്ക് അവന്റെ വേഗ്. അവൻ എന്നെ സഹായിക്കുമ്പോ എന്ന് ചോദിക്കുമ്പോ അവനെ സഹായിക്കുമ്പോ ഹിം നടുവേട്ട അറിയാം. അതറിയാം. നിനക്ക് സഹായിക്കുമ്പോഴത്തേല് ആർക്ക് യങ് മാരീഡ്, അപ്പൊ അവന് സഹായിക്കാൻ കഴിയുമ്പോ ഉള്ളത്. അപ്പൊ ഇത് വരും. ഇതില് ചോദ്യമാണ് അല്ലെ, ചോദ്യവാചകം മാറി സാധാ വാചകമായി മാറുമ്പോ സഹായിക്രിയായി വില്ല് ഇവിടെ നിൽക്കാൻ പാടില്ല. നമുക്കറിയാം. ഇവിടേക്ക് കൊണ്ടിട്ടും ഈ വില്ല് ഇവിടുത്തെ മാറി ഇങ്ങോട്ട് വരണ്ടും ഹീക്ക് അല്ലേ. എന്താ കാരണം? സബ്ജക്റ്റിന് ശേഷമാണ് സഹായിക്കുന്ന സ്ഥാനം എന്നറിയാം. എവിടെ? സാധാരണ വാചകങ്ങളിൽ. ഈ രണ്ട് വാചകം യോജിപ്പിക്കാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സാധാരണ വാചകമായി മാറും. അതുകൊണ്ട് ഇനി വില്ലെന്തായി മാറും? കണ്ട, നമ്മൾ ചോദിച്ചൊരു പഴയ കാര്യമാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം പാസ്റ്റിലത്തെ വാചകം പറയുമ്പോൾ എപ്പോഴും പാസ്റ്റ് തന്നെ ആയിരിക്കണം സഹായിക്കറി. അപ്പൊ വില്ല് മാറി വുഡായി വരും. അപ്പൊ എന്താ അതിനൊരു ഉത്തരം വരിക? അവന്റെ വേഗ് ചുമക്കുമോ അവനെ സഹായിക്കുമോ എന്ന് അവനോട് വയസ്സനായ ആള് ചെറുപ്പക്കാരോട് ചോദിച്ചു. എന്താ പറഞ്ഞാൽ മലയാളത്തിൽ ശരിയായി. മനസ്സിലായ? അപ്പൊ ഈ വാചകം നോക്കുമ്പോൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാം. അടുത്തത് ഇതേപോലെ ചോദ്യമാണ്. ആർ യു ഹാപ്പി? ആരെ ചോദിച്ച? മദർ അവളുടെ മകളോട്. അപ്പൊ ചോദ്യമായതുകൊണ്ട് ഇത് മനസ്സിലായി എന്താണ് ആസ്കിടത്. ഇത് വിശദീകരണം വേണ്ട, നിങ്ങൾ തന്നെ പറയും അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ചോദിച്ചു. ഇവിടെ എന്ത് വെക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയും. ഒന്നുകിൽ വെതർ വയ്ക്കുക അല്ലെങ്കിൽ ഇഫ് വയ്ക്കുക. ഇപ്രാവശ്യത്ത് മാറ്റി പിടിക്കുക അല്ലേ. അപ്പൊ എന്ത് വയ്ക്കുക? ഇഫ് വയ്ക്കുക. അർത്ഥം എന്താണ് അതിന്റെ? ഓ എന്ത്? ആർ യു ഹാപ്പി? അപ്പൊ അവൾ ആർ യു ഹാപ്പി? നിനക്ക് സന്തോഷമാണോ? നിനക്ക് എന്ന് പറഞ്ഞാൽ ആരവിടെ? ഡോക്ടറാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ? നിങ്ങൾക്ക് എന്ന് പറഞ്ഞ കേൾക്കുന്ന ആൾക്കാണോ? അല്ല, അവൾക്കാണ്. അപ്പൊ ആർ യു ഹാപ്പി? ആർ ഷീ ഹാപ്പി എന്നാവും. എന്താ പറയാ? അവൾക്ക് സന്തോഷമാണോ എന്ന് പറയുമ്പോൾ ഷീയാണ് വരിക. ആറാണ്. ഇത് ഒരു പറഞ്ഞ കാര്യമാണ്. അപ്പൊ പാസ്റ്റത്തെ കാര്യമാണ്. അതുകൊണ്ട് ആറല്ല വരിക അതിന്റെ പാസ്റ്റൻസ്. അപ്പൊ ആറിന്റെ പാസ്റ്റൻസ് ആയിരിക്കണം. അത് സ്ഥാനം എവിടെയായിരിക്കണം? ഷീക്ക് അപ്പുറത്തായിരിക്കണം. കാരണം ഷീയാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ശേഷമേ സഹായിക്രിയ വരാൻ പാടുള്ളൂ. ഇത് അപ്പൊ ആറിന്റെ സഹായിക്രിയ ആയ ആറ് ഷീക്ക് അപ്പുറത്ത് പോകണം. അതായത് സബ്ജക്റ്റിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഷീയുടെ അപ്പുറത്തേക്ക് വരണം. മാത്രമല്ല പാസ്റ്റ് ആയിരിക്കണം. ആറിന്റെ പാസ്റ്റ് വാസും വേറാണ്. നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യല്? വാസ് സെലക്ട് ചെയ്യും. എന്താ കാരണം? ഷീ എന്ന് പറയില്ല, ഷീ വാസ് എന്നാ പറയുക. അപ്പൊ ഷീ വാസ് ഹാപ്പി. ഇനി ഇഫ് ഷീ വാസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഷീ വാസ് ഹാപ്പിയുടെ അർത്ഥം നിങ്ങൾക്കറിയാം. എന്താ? അവൾക്ക് സന്തോഷമായിരുന്നു. പ്ലസ് ഇഫ് വെച്ചാൽ അർത്ഥം ഓ എന്ന്. അവൾക്ക് സന്തോഷമായിരുന്നുവോ എന്ന് കിട്ടിയില്ലേ? അബ്ബ അവളുടെ മകളോട് ചോദിച്ചു. കറക്റ്റ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെ മാറ്റങ്ങള് വന്നത് ചെക്ക് ചെയ്യുക അല്ലേ. നീ ഇതൊന്നും വേണ്ട. 2 കുത്തൊക്കെ കോളനൊക്കെ പോവും, ഇൻവെർട്ടഡ് പോവും. ഒക്കെ മനസ്സിലായില്ലേ? അടുത്തത് ദ മദർ സെഡ് ടു ഹെർ ഡോട്ടർ. അതെന്റെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആസ്കഡ് ഡസൻ ഷീ ലവ് യു? അവ നിന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ മലയാളത്തിലേക്ക് വരയ്ക്കുമ്പോ അമ്മ മകളോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? അവൻ നിന്നെ എന്ന് പറഞ്ഞാൽ അവളെ എന്താക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അമ്മയുടെ കാഴ്ചപ്പാടിലാണ് നീ. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന എൻ്റെയോ നിങ്ങളുടെയോ കാഴ്ചപ്പാടിൽ എന്താ പറയുക? അത് ഈ പെൺകുട്ടിയാണ്. ഹെർ എന്താണ്? ഇല്ല, ഹെർ ഹീ എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാ. അവൾക്കും നമുക്കൊക്കെ ഹീ തന്നെയാവൻ.
അപ്പോൾ അത് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എന്താ ഇവിടെ ഒരു വെക്കണം അല്ലേ, ഒരു ഇത് ഇൻവെർട്ടറിൻ്റെയൊക്കെ പോവും. ഇവിടെ സാരം നമുക്ക് ഇവിടെ ഇപ്പോൾ വെതറ വെക്കാം, നമുക്ക് ഇവിടെ വെതർ സെലക്ട് ചെയ്യാം. അപ്പം എന്ത് വരും, ചോദ്യമൊക്കെ പോവും ഇല്ലേ, ഇതിലൊക്കെ ചോദ്യമൊക്കെ പോകണ്ട. ചോദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്കൊന്നും വേണ്ട, വെറും പുത്തു മതി. വെദർ ഡസൻറ്റ് ഹി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താവും, ഡസൻറ്റ് ഹി ഹെൽപ്പ് ഹെർ അല്ല ലവ് ഹെർ. അപ്പോൾ അത് നമുക്ക് പറയാം. ഈ ഡസൻറ്റിന് എന്ത് മാറ്റം വരും നമ്മൾ പഠിക്കണം. അത് ഹീയുടെ അപ്പുറത്തേക്ക് പോവും അല്ലേ. ഹീയുടെ അപ്പുറത്തേക്ക് എന്തായിട്ട് പോവുക, അതിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പൊ എന്താ വരിക, ഡിഡിൻറ്റ് എന്നാണ് വരിക അല്ലേ. ഡസിറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ഡിഡിൻറ്റ് ആണ് അങ്ങനെ വെക്കുക. അപ്പൊ ശരിക്കും കറക്റ്റ് ചെയ്ത് പറഞ്ഞ വെദർ ഹി ഡിഡിൻറ്റ് ലവ് ഹെർ എന്തായി മാറ്റങ്ങൾ കഴിച്ചപ്പോ വെദർ ഹി ഡിഡിൻറ്റ് ലവ് ഹെർ, അവൻ അവളെ സ്നേഹിച്ചിരുന്നില്ല. അതിന് മുമ്പിൽ വെദർ വരുമ്പോ എന്താവും, അവൻ അവളെ സ്നേഹിച്ചിരുന്നില്ലേ എന്ന് വെദർ ചോദിച്ചു. അപ്പൊ ക്ലിയർ ആയില്ലേ. ആ മാറ്റങ്ങൾ എന്താ അത് മനസ്സിലായി. ഈ എസ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ വെദറോ ഇപ്പോൾ ഏതെങ്കിലും യോജിപ്പിക്കാൻ വെക്കുക. പിന്നെ ഇരുപത്തെട്ട് കോമ്പുകൾ വേണ്ട, ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, സെമിക്കോളൻ അല്ല കോളനൊന്നും വേണ്ട. പിന്നെ ചോദ്യം ആയതുകൊണ്ട് ചോദിച്ചു എന്ന വാക്കാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് മനസ്സിലായത് എന്താണ്, ഈ സബ്ജക്റ്റ് റിപ്പോർട്ടഡ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഓബ്ജക്റ്റൊക്കെ നോക്കി വായിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കുക, ഏതാണ് അർത്ഥം എടുക്കുമ്പോൾ ശരിയാവുക നോക്കിയിട്ട് അത് വയ്ക്കുക. പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇതിലൊക്കെ പാസ്റ്റ് ടെൻസ് ആയ കാരണം നമ്മൾ എന്ത് ചെയ്തു, റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാചകത്തിലെ ടെൻസുകൾ അതിനനുസരിച്ച് മാറ്റി നമ്മൾ വില്ല് വുഡാക്കി, അതുപോലെ 6 വാസാക്കി, പിന്നെ ഡസൻറ്റ് ഡിഡിൻറ്റ് ആക്കി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത്രയും കാര്യം ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലെ വാചകങ്ങൾ വായിച്ച് അർത്ഥമെടുക്കാൻ അറിയാം, സ്വയം പറയാനറിയാം, സ്വയം എഴുതാൻ അറിയാം. ഇത്രയുള്ള മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ കുറേ വായിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആയി എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബായ്.